ഹായ് ഹലോ നമസ്കാരം. ഞാൻ വിപിൻ. എല്ലാവർക്കും ടെല്ല പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെല്ലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസ് കൃത്യമായി അനലൈസ് ചെയ്താൽ നമ്മുടെ ഇപ്പോൾ 10th ലെവൽ എടുത്താലും 12th ലെവൽ എടുത്താലും ഡിഗ്രി ലെവൽ എടുത്താലും നമ്മുടെ പരീക്ഷകളുടെ പ്രിലിംസ് മെയിൻസ് എക്സാമുകളുടെ സിലബസുകളിൽ കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരു ബുദ്ധിപരമായ നീക്കം എന്നുള്ള രീതിയിൽ എമ്മിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്താണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികൾ അപ്ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം? ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകൾ നമ്മളിപ്പോ ഒരു 5 വർഷത്തേക്ക്, ഒരു 2021 മുതൽ ഇങ്ങോട്ടുള്ള പരീക്ഷകളെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടും പരീക്ഷാ രീതികളുടെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായ ഒരു വിശകലനം നടത്തിയാൽ പ്രിലിംസ് എക്സാംസ്, ഇപ്പൊ നമുക്ക് 12th പ്രിലിംസ് ഉണ്ടായിരുന്നു, 10th ഉണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ ഉണ്ടായിരുന്നു. ഇപ്പൊ 12th ലെവൽ പ്രിലിംസ് എക്സാം നമ്മൾ കാണുന്നില്ല. പക്ഷെ 10th ലെവലിലും ഡിഗ്രി ലെവലിലും കൃത്യമായി പ്രിലിംസ് എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പൊ പ്രിലിംസിനെ കൃത്യമായി നമ്മൾ വിലയിരുത്തിയാൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ 3 ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പരീക്ഷകളുടെ പകുതി മാർക്കും ആരാണ് കൊണ്ടുപോകുന്നത്? ഈ ആണ് കൊണ്ടുപോകുന്നത്. ശരിയല്ലേ? മെയിൻസ് എക്സാംസിലേക്ക് വരികയാണെങ്കിൽ നമുക്കിപ്പോ മിക്കവാറും പരീക്ഷകൾക്കെല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ അത് ആ പരീക്ഷയുടെ 30% മാർക്ക് കൊണ്ടുപോകുന്നത് ആണ്. അപ്പൊ ആ രീതിയിൽ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവർ ബുദ്ധിപരമായി എവിടേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്? എമ്മിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ഫോക്കസ് ചെയ്യുന്ന ഒരാൾ കൃത്യമായി പ്രിലിംസ് എക്സാം എഴുതണമല്ലോ. എന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് എവിടേക്ക് കയറി വരാൻ പോകുന്നത്? മെയിൻസിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അപ്പൊ മെയിൻസിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രധാനമായിട്ട് 100ൽ 100 മാർക്ക് അടിക്കണ്ട. നമ്മൾ അതിനകത്ത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് പ്രിലിംസ് കടന്നു കിട്ടിയാൽ മതി. അതിന് നിങ്ങളൊരു 60 to 70, അല്ലെ, 60 മുതൽ മുകളിലേക്ക് മാർക്ക് കിട്ടുന്ന ഏതൊരാളും എന്താണ്? പ്രിലിംസ് സേഫ് ആണ്. അതായത് 60 to 70, ഒരു 65% മാർക്ക് വാങ്ങാൻ പറ്റുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിലിംസ് ക്ലിയർ ആകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളിലും, അല്ലെ, ഈ പറയുന്ന പോലെ ഒരു 60 to 70 മാർക്ക് കിട്ടുന്നവർ എന്ത് ചെയ്യും? മെയിൻസിന് ക്വാളിഫൈ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളോട് എടുത്ത് പറയുന്നു, നമ്മുടെ EM വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ. ഈ 3 ഏരിയ കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന ഒരാളിന് അതൊരു വലിയ ടാസ്കേ അല്ല. 50 മാർക്കാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ 3 ഏരിയയിൽ നിന്ന്. മാത്സും മെന്റൽ എബിലിറ്റിയും കൂടെ നമുക്ക് 20 മാർക്കാണ്, ഇംഗ്ലീഷിൽ നിന്ന് 20 മാർക്കാണ്, മലയാളത്തിന്റെ 10 മാർക്ക്. അങ്ങനെ 50 മാർക്ക് പരീക്ഷയുടെ പകുതി മാർക്കും ഈ 3 ഏരിയയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ 3 ഏരിയ കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക്, ഇപ്പൊ നമ്മൾ 100 മാർക്കും വാങ്ങുന്നില്ലല്ലോ, 100 മാർക്ക് നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ 50 മാർക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട, 50 വിട്ടേക്ക്. ഓരോന്നിൽ നിന്നും കുറച്ച് മാർക്ക് നമ്മൾ മാറ്റിവെക്കാം. ഇപ്പൊ മാത്സ് 20 മാർക്കിൽ നമുക്കൊരു 15 എണ്ണം ചെയ്യാൻ പറ്റി, ഓക്കെ, സെറ്റ്, നെഗറ്റീവ് ഇല്ലാതെ 15 അടിച്ചു. ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ 20 മാർക്കിൽ നമ്മൾ ഒരു 15 സെറ്റാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 18 സെറ്റാക്കി, 15 നമുക്ക് എടുക്കാം, 30 ആയില്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് മലയാളത്തിലേക്ക് വന്നു, നിങ്ങൾക്ക് ഒരു 7 എണ്ണം കിട്ടി, ഓക്കെ, അല്ലെങ്കിൽ ഒരു 8 എണ്ണം കിട്ടി. എത്രയായി മാർക്ക്? 38 മാർക്കായി. ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഇനി താഴേക്ക് പോകാൻ പോകുന്നില്ല. ഇതിന് താഴേക്ക് ഇനി പോകാതെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് തന്നെ സ്വന്തമായ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. കാരണം ഈ ഒരു മാർക്ക് പോക്കറ്റിൽ ഇട്ടിട്ട് മുന്നോട്ട് പരീക്ഷ എഴുതുന്ന ഒരാള് പരമാവധി നെഗറ്റീവ് ഇല്ലാതെ പരീക്ഷ എഴുതും, ഉറപ്പായിട്ടും എഴുതും. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡിൽ വരുന്ന പല GK ക്വസ്റ്റ്യൻസും പല പ്രസ്താവന ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്കും നമുക്ക് കൃത്യമായ ഒരു ഉത്തരമാണോ എന്ന് ഉറപ്പില്ല. പല ചോദ്യങ്ങൾക്കും നമുക്ക് കൃത്യമായ ഉത്തരം എഴുതാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളെ കൂടുതൽ നെഗറ്റീവ് മാർക്കിലേക്ക് കൊണ്ടുപോകും, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ GK എഴുതി ചിലപ്പോൾ നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ ഒരു 10 ചോദ്യം അല്ലെങ്കിൽ ഒരു 15 ചോദ്യം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പിടി വിട്ടു പോകും. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും?
കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് എന്തായാലും പോകുന്ന പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ രീതിയിൽ ചിന്തിക്കുന്നത്. പകരം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 3 ഏരിയ കൃത്യമായി ഫോക്കസ് ചെയ്യുക. മാത്സ്, അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, 3 ഏരിയ കൃത്യമായി ഫോക്കസ് ചെയ്താൽ എങ്ങനെ പോയാലും മിനിമം ഒരു 35 അടിക്കാൻ നമുക്ക് എന്തായാലും പറ്റും. പിടികിട്ടിയോ? ചുമ്മാ 35 അടിക്കാൻ പറ്റില്ല. അതിന് ആത്മാർത്ഥമായ ഒരു അധ്വാനം ഉണ്ടായിരിക്കണം. കൃത്യമായി അധ്വാനിക്കുന്ന ഒരാളിന് ഈ പറഞ്ഞ 35 എന്നുള്ളത് 40ലേക്കും 45ലേക്ക് ഉയർത്താൻ പറ്റും. 50 എന്ന് പറയുന്ന നമ്പറേ നമ്മൾ ചിന്തിക്കുന്നില്ല. 45 മാക്സിമം. ഓക്കെ, ഇത് കയ്യിലിരിക്കുന്ന ഒരാളിന് പിന്നെ നെഗറ്റീവ് അടിക്കാൻ തോന്നുമോ? ഇല്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ GK പോർഷനിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയുന്ന ആരുമില്ല. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാത്ത ആൾക്കാരും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയുന്നത് മാത്രം അവിടെ നിന്ന് എഴുതുക. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ ടാർഗറ്റഡ് ഏരിയയിലേക്ക് പിന്നെ ഒരു 10ഓ 25ഓ മാർക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ 25 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അറിയുന്ന ചോദ്യങ്ങളിൽ തന്നെ നമുക്ക് കിട്ടുകയും നമ്മൾ എവിടേക്ക്, മെയിൻസിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പൊ മെയിൻസ് എക്സാമിലേക്ക് ചെല്ലുമ്പോഴും ഈ പറഞ്ഞ 3 ഏരിയയിൽ നിന്ന് 10 വീതം 30 മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ 30 മാർക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ടോപ്പിക്കും നമ്മുടെ MEMഉം കൂടെ ആവുമ്പോൾ തന്നെ എന്താവുന്നുണ്ട്, അവിടെയും 50 മാർക്ക് ആവുന്നുണ്ട് അല്ലെ? ബാക്കിയുള്ളത് നമുക്ക് അറിയുന്ന പോലെ GK അടിച്ചാൽ നമ്മൾ എവിടേക്ക് എത്തും? കൃത്യമായ ലിസ്റ്റുകളിലേക്ക് എത്തും. എല്ലാ പരീക്ഷയിലും ഇത് സംഭവിക്കുന്നുണ്ട്. അത് പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും. അതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ MEMന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെല്ല PSC നമുക്ക് വേണ്ടി ഒരു MEM സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. MEM സീരീസ് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ നമ്മുടെ ഈ 3 ഏരിയ സെറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ MEM സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ വരുന്ന 15-ാം തീയതി മുതൽ, മാർച്ച് മാസം 15 മുതൽ നിങ്ങൾക്ക് MEM സീരീസിന്റെ ക്ലാസ്സസ് കിട്ടിത്തുടങ്ങും. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്സും മെന്റൽ എബിലിറ്റിയും കൂടി നമുക്ക് 20 മാർക്ക് പ്രിലിംസ് എക്സാംസിൽ അല്ലെ? പ്രിലിംസ് എക്സാംസ് നോക്കുമ്പോൾ 20 മാർക്ക് കിട്ടുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് 10 മാർക്ക് കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് 20. അതായത് ആ ഒരു പരീക്ഷയുടെ പകുതി മാർക്ക് എവിടെ കിട്ടും? പ്രിലിംസിലേക്ക് കിട്ടും. അതുപോലെ മെയിൻസ് എക്സാംസിലേക്ക് ചെല്ലുമ്പോൾ അതിപ്പോ 12th ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും നമുക്കിത് 10 എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. എന്നാൽ റീസെന്റ് ആയിട്ട് നടന്ന പല ഡിഗ്രി ലെവൽ എക്സാംസിലും മാത്സ് മെന്റൽ എബിലിറ്റി 13ലേക്കൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് അതുപോലെ ആനുപാതികമായി. ഇംഗ്ലീഷ് നിങ്ങൾ 10 തന്നെ കൂട്ടിക്കോ. മലയാളം മസ്റ്റ് ആയിട്ട് 10 ഉണ്ടാവുമല്ലോ. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 30% മുകളിലേക്ക് നമ്മുടെ മാർക്ക് ഷെയർ എവിടെ, MEMൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ അധ്യാപകർ നിങ്ങൾക്കായി ക്ലാസ്സുകളുമായി വരുന്നുണ്ട്. മാത്സ് മെന്റൽ എബിലിറ്റി കൃത്യമായി ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. അതുപോലെ ആതിര മിസ് മലയാളത്തിന്റെ ക്ലാസ് കൃത്യമായി തരും. ആനന്ദ് സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പിച്ചോടാ, ഇവിടെ MEM നിങ്ങളുടെ കയ്യിൽ കൃത്യമായി കിട്ടാനായിട്ട്, നിങ്ങൾക്ക് കൃത്യമായി സ്കോറിലേക്ക് എത്തിച്ചേരാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായ ക്ലാസ്സുകൾ നിങ്ങൾക്കൊരു സീരീസ് ആയി ലഭിക്കാൻ പോവുകയാണ്. ടെല്ല PSCയുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായി നിങ്ങൾക്ക് ക്ലാസ് കിട്ടാനും അത് കൃത്യമായി പഠിച്ചെടുക്കാനും അത് കൃത്യമായി റിവൈസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റഡ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റഡ് ലെവലിലേക്ക്, ആ ഒരു മാർക്കിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ റെഡിയാണ്. അപ്പൊ ഞങ്ങളോടൊപ്പം പഠിക്കാൻ നിങ്ങളും കൂടെ തയ്യാറാകുക. നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ കൃത്യമായ ക്രമത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്കുള്ള സജഷൻസ് കൃത്യമായി പറയുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സജഷൻസ്, ഏതെങ്കിലും രീതിയിൽ, ഏത് ക്രമത്തിലാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, താഴെ കമന്റായി രേഖപ്പെടുത്തുക. ആ കമന്റ്സ് എല്ലാം കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ക്ലാസ്സുകളിൽ പ്രയോജനപ്പെടുത്തും, ഉറപ്പ്. ഓക്കെ, അപ്പോ ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ. നമ്മളിതാ പുറകെ വരുന്നുണ്ട് ക്ലാസ്സുമായിട്ട്. പഠിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കാം. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.